ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. SP ബക്ഷി സാറിൻ്റെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രൈസസിൻ്റെ ക്ലാസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 7 ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 8ാമത്തെ ക്ലാസ് ആണ്. 8 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 9ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. സോ 8 ക്ലാസ്സും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി നിങ്ങളെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? കീപ് ദ പോട്ട് ബോയിലിംഗ് മീൻസ് ഏൺ ഹാർഡ്ലി ഇനഫ് ഫോർ ലിവിങ്. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം കഷ്ടിച്ച് സമ്പാദിക്കുക എന്നുള്ളതാണ് ഏൺ ഹാർഡ്ലി ഇനഫ് ഫോർ ലിവിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ജീവിക്കാനുള്ളത് കഷ്ടിച്ച് എന്ത് ചെയ്യുക, സമ്പാദിക്കുക. ഹിസ് ഏർണിംഗ് ഒൺലി ടു കീപ് ദ പോട്ട് ബോയിലിംഗ്. അവൻ ഏൺ ചെയ്യുന്നത്, സമ്പാദിക്കുന്നത് ഒൺലി ടു കീപ് ദ പോട്ട് ബോയിലിംഗ്, അതായത് കഷ്ടിച്ച് ജീവിക്കാനുള്ളത് അവൻ സമ്പാദിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അത് നോക്കിക്കേ, ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ ടു ഡിസ്ക്ലോസ് ചെയ്യുക. മീൻസ് എന്താണ്, എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അത് പുറത്താവത്തില്ലേ, അതിനെയാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. സുനിത ഹാസ് അറ്റ് ലാസ്റ്റ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് ബൈ കൺഫസിങ് ദാറ്റ് ഷീ ഹാഡ് സ്റ്റോളൻ ഹെർ ബ്രദേഴ്സ് മണി. അപ്പോൾ സുനിത അവസാനം എന്ത് ചെയ്തു? ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് ഡിസ്ക്ലോസ് ചെയ്യുക, മീൻസ് തുറന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ രഹസ്യം തുറന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? ബൈ കൺഫസിങ് ദാറ്റ് ഷീ ഹാഡ് സ്റ്റോളൻ ഹെർ ബ്രദേഴ്സ് മണി. അപ്പോൾ എന്താണ്, അവൾ തന്നെയാണ് അവളുടെ ബ്രദറിൻ്റെ മണി കട്ടതെന്ന് അല്ലെങ്കിൽ മോഷ്ടിച്ചതെന്ന് അവൾ എന്ത് ചെയ്തു? തുറന്നു പറഞ്ഞു. അടുത്തത്, ലെറ്റ് ദ ഗ്രാസ് ഗ്രോ അണ്ടർ ദ ഫീറ്റ് എന്ന് വെച്ചാൽ എന്താ? ടു ഡിലേ ദ മാറ്റേഴ്സ്, കാര്യങ്ങൾ വൈകിപ്പിക്കുക. ഒരു ഡിലേ ആക്കി വെക്കുക. അതാണ് ലെറ്റ് ദ ഗ്രാസ് ഗ്രോ അണ്ടർ ദ ഫീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വി ആർ ബൗണ്ട് ടു സഫർ ഇഫ് വി ലെറ്റ് ദ ഗ്രാസ് ഗ്രോ അണ്ടർ ദ ഫീറ്റ് ബൈ പോസ്റ്റ്പോണിങ് ആക്ഷൻ. അതായത് നമ്മൾ സഫർ ചെയ്യും. എപ്പോഴാണ് സഫർ ചെയ്യുക? മീൻസ് ബുദ്ധിമുട്ടുക എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുക എപ്പോഴാ? ഇഫ് വി ലെറ്റ് ദ ഗ്രാസ് ഗ്രോ അണ്ടർ ദ ഫീറ്റ് ബൈ പോസ്റ്റ്പോണിങ് ആക്ഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ളത് മാറ്റി വെക്കുക. അതാണ് പോസ്റ്റ്പോൺ ചെയ്താൽ ചെയ്യുന്ന വഴി നമുക്ക് എന്താണ്, കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുവഴി എന്താ, ഡിലേ ആകും അല്ലേ. സോ ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സഫർ ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ്, മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. രണ്ട് എൻഡും കൂട്ടിമുട്ടിക്കുക എന്നതാണ്. അതായത് എന്താ, ടു ലീവ് വിത്തിൻ വൺസ് മീൻസ്, അതായത് ഒരാളുടെ വരവിനൊത്ത് ജീവിക്കുക എന്നതാണ് കേട്ടോ. My uncle has to bring up 5 children. He finds it difficult to make both ends meet. അതായത് എൻ്റെ അങ്കിളിന് 5 കുട്ടികളെ വളർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനൊത്ത് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അങ്ങേയറ്റം കഷ്ടപ്പെടുന്നുണ്ട്. ആ വരുമാനത്തിനൊത്ത് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകയാണ് എന്നുള്ളതാണ്. അടുത്ത് നോക്കിക്കേ, മാൻ ഓഫ് സ്ട്രോ മീൻസ് എ വീക്ക് പേഴ്സൺ. ദ കിങ് ബീങ് എ മാൻ ഓഫ് സ്ട്രോ, ഹിസ് ഓർഡേഴ്സ് വെയർ ഓഫൻ ഡിസൊബീഡ്. കിങ് രാജാവ് ഒരു മാൻ ഓഫ് സ്ട്രോ ആണ്, മീൻസ് ഒരു വീക്ക് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർഡേഴ്സ് എല്ലാവരും എന്ത് ചെയ്യും? ഒബേ ചെയ്യത്തില്ല, മീൻസ് അനുസരിക്കത്തില്ല, ഡിസൊബേ ആണ് ചെയ്യുന്നത്. അടുത്ത്, നിപ്പ് ഇൻ ദ ബഡ് മീൻസ് ടു ഡിസ്ട്രോയ് ഇൻ ദ വെരി ബിഗിനിങ്. തുടക്കത്തിലെ തന്നെ എന്ത് ചെയ്യുക? നുള്ളിക്കളയുക. അതാണ് ഡിസ്ട്രോയ് ഇൻ ദ വെരി ബിഗിനിങ്. നിപ്പ് ഇൻ ദ ബഡ്, ഇത് പഠിച്ചു വെച്ചോ. നിപ്പ് ഇൻ ദ ബഡ്. ദ നെഗറ്റീവ് തോട്ട് ഷുഡ് ബി നിപ്പ് ഇൻ ദ ബഡ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? മുളയിലെ നുള്ളിക്കളയണം. നെക്സ്റ്റ്, ഔട്ട് ഓഫ് ദ വുഡ്സ്. എന്താണ് ഔട്ട് ഓഫ് ദ വുഡ്സ്? ഔട്ട് ഓഫ് ഡേഞ്ചർ മീൻസ് അവസ്ഥ തരണം ചെയ്യുക എന്നുള്ളത്. മീൻസ് അപകടാവസ്ഥയെ തരണം ചെയ്തു എന്നുള്ളത്. ദ പേഷ്യൻ്റ് ഈസ് ഔട്ട് ഓഫ് ദ വുഡ്സ്. പേഷ്യൻ്റ് എന്താണ്? അപകടനില തരണം ചെയ്തു. അടുത്തത്, പുൾ വൺ സോക്സ് അപ്പ് മീൻസ് എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് പുൾ വൺ സോക്സ് അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു മസ്റ്റ് പുൾ യുവർ സോക്സ് അപ്പ്
ടു ഗെറ്റ് ഓവർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലംസിൽ നിന്നും നമുക്ക് മോചനം നേടണം എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് പുൾ യുവർ സോക്സ് അപ്പ്, യു മസ്റ്റ് വർക്ക് ഹാർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, പിക്ക് ഹോൾസ് മീൻസ് ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത്, അതായത് കുറ്റം കണ്ടുപിടിക്കുക, അതാണ് പിക്ക് ഹോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് ഓൾവേസ് പിക്കിംഗ് ഹോൾസ് ഇൻ എവറി പ്രോജക്റ്റ്. ഏതൊരു പ്രോജക്റ്റിലും അയാൾ എന്ത് ചെയ്യും, കുറ്റം കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത് റോക്ക് ദ ബോട്ട് മീൻസ് അപ്സെറ്റ് ദ ബാലൻസ്. എന്താണ്, ബാലൻസ് തെറ്റുക എന്നുള്ളതാണ്. ഇഫ് യുവർ പാർട്ടി വിഡ്രോസ് ദ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് ഇറ്റ് മേ റോക്ക് ദ ബോട്ട്. അതായത് നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ തന്നിരിക്കുന്ന സപ്പോർട്ട് പിൻവലിക്കുകയാണെങ്കിൽ ഇറ്റ് മേ റോക്ക് ദ ബോട്ട് മീൻസ് എന്താണ്, പാർട്ടിയിൽ അൺബാലൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നതാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കി വരാം. കീപ് ദ പോട്ട് ബോയിലിംഗ് മീൻസ് ഏൺ ഹാർഡ്ലി ഇനഫ് ഫോർ ലിവിങ്. അതായത് കഷ്ടിച്ച് ജീവിക്കാനുള്ളത് ഏൺ ചെയ്യുന്നു. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പുറത്താകുന്നത്. അടുത്ത ലെറ്റ് ദ ഗ്രാസ് ഗ്രോ അണ്ടർ ദ ഫീറ്റ് മീൻസ് എന്താണ്, കാര്യങ്ങൾ ഡിലേ ആക്കുക, വൈകിപ്പിക്കുന്നത്. മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് മീൻസ് ഒരാളുടെ ചെലവിനൊത്ത് കഷ്ടിച്ച് ജീവിച്ച് പോകുക എന്നതാണ്. അടുത്ത മാൻ ഓഫ് സ്ട്രോ മീൻസ് എ വീക്ക് പേഴ്സൺ, വളരെ വീക്കായിട്ടുള്ള പേഴ്സൺ. നിപ്പ് ഇൻ ദ ബട്ട് മീൻസ് മുളയിലെ നുള്ളി കളയുക എന്നതാണ്. ഔട്ട് ഓഫ് ദ വുഡ് മീൻസ് അപകടനില തരണം ചെയ്തു, ഔട്ട് ഓഫ് ഡേഞ്ചർ. പുൾ വൺ സോക്സ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുക. സോ ഈ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കുക കേട്ടോ. മറ്റൊരു ക്ലാസ്സുമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.